ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സത്യം, പരിശുദ്ധി, നിസ്വാർത്ഥത ഇവ ആർക്കുണ്ടോ അവരെ കീഴ്പ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ലോകത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കും. മലയാളത്തിലെ പരമ്പരാഗത പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദണ്ഡകം. നീളം കൂടിയ വരികളാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനാൽ പദ്യത്തിനും ഗദ്യത്തിനും ഇടയ്ക്കുള്ള താളത്തിൽ ചൊല്ലാൻ സാധിക്കും. ധാരാളം സന്ധ്യാപ്രാർത്ഥനകൾ ദണ്ഡക രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിൻ്റെ സമയമാണ്. കേൾക്കാം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. ശുഭദം ശിവചരിതം പാപഹരം കൈലാസേശ്വരനാമം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലനിൻ കരുണയാലേ. സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതീലോലനിൻ കരുണയാലേ. ഇരുജടയ്ക്കുള്ളിൽ ഇളകിയുണരുന്നു ലോകധാത്രിയം ശിവഗംഗ. ലയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കും ഉഷസ്സിൽ നഭസ്സിലുയർന്നു മൃഗമത തിലകിത സുരജനമഖിലം. ശിവദമൃത നടന ധിരന ഇല്ലാരാ. തനദാനം തദാനം തദാനം താനം തനം താനം തനദാനം തദാനം തദാനം
കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഴയ കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു ചടങ്ങാണ് ഇല്ലം നിറ. അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന വിളവിനെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കരുതിക്കൊണ്ട് അത് ആദരവോടെ വീട്ടിൽ പ്രവേശിപ്പിക്കുന്ന ഈ ചടങ്ങിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്ന് നൈമിഷാരണ്യത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു കാർഷിക സംബന്ധമായിട്ടുള്ള സംസ്കാരം കേരളത്തിന് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒന്നാണ്. അപ്പോൾ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ് പല ആഘോഷങ്ങളെയും മലയാളി അനുഷ്ഠിക്കുന്നത്. അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഈ കർക്കിടകം ചിങ്ങം മാസങ്ങളിലായിട്ട് നടക്കുന്ന, ചില സ്ഥലങ്ങളിൽ കർക്കിടക മാസം നടക്കും, ചില സ്ഥലങ്ങളിൽ ചിങ്ങത്തിലായിരിക്കും. വിശേഷപ്പെട്ട ഒരു ചടങ്ങാണത് ഇല്ലം നിറ അല്ലെങ്കിൽ നിറപുത്തരി എന്ന് വിളിക്കപ്പെടുന്ന ചടങ്ങ്. ഈ ഒരു ഇല്ലം നിറയുടെയും നിറപുത്തരിയുടെയൊക്കെ കഥയാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ എന്നാണ് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത്. കാണുന്നതിലൊക്കെ ഈശ്വരനാണ്. അത് ഏത് നിസ്സാരമായിട്ടുള്ള വസ്തു ആയിക്കോട്ടെ, അതിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ് നമ്മുടേത്. എങ്കിലും വിശേഷമായിട്ടുള്ള വസ്തുക്കളിൽ ദേവതാ ചൈതന്യങ്ങളെ സങ്കല്പിക്കുന്ന രീതി പണ്ട് മുതലേ നമുക്കുണ്ട്. ഇപ്പോൾ നോക്കൂ, ഒരു വാൽക്കണ്ണാടിയിലാണ് പലപ്പോഴും ഭഗവതിയെ പ്രതിഷ്ഠിക്കുക. അല്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് അഷ്ടമംഗല്യം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം. അതിലൊക്കെ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന് പറയാറുണ്ട്. ഇതുപോലെ നിരന്തരമായിട്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതും അതിനോടൊപ്പം തന്നെ അന്നപൂർണാദേവിയുടെ സാന്നിധ്യമുള്ളൊരു വസ്തുവാണ് നെല്ല് അല്ലെങ്കിൽ നെൽക്കതിർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാർഷിക സമൃദ്ധിയുടെ സന്ദേശങ്ങൾ മലയാളിയിലേക്ക് എത്തുന്ന ഒരു അനുഷ്ഠാനമാണ് ഇല്ലംനിറ. സാധാരണ സമയങ്ങളിൽ ഇല്ലംനിറ നടക്കാറുള്ളത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പല ദിക്കിലും ഇല്ലംനിറ എന്ന ഈ ചടങ്ങ് നടക്കാറുള്ളത്. ഇന്നേ ദിവസം കർഷകരെല്ലാവരും അടുത്തുള്ള ജലാശയങ്ങളിൽ ചെന്ന് ദേഹശുദ്ധി വരുത്തി അവരവരുടെ കർഷക ഇടങ്ങളിൽ നിന്ന് ചെന്ന് ഏറ്റവും ശുദ്ധമായിട്ടുള്ളതും ഏറ്റവും പുതിയതുമായിട്ടുള്ള കുറച്ച് നെൽക്കതിർ കറ്റയാക്കി അത് തലച്ചോടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂജിക്കുന്ന ഒരു രീതിയുണ്ട്. ആ കൊണ്ടുവരുന്ന കതിർക്കറ്റകളെ മഹാലക്ഷ്മി സാന്നിധ്യമായിട്ടാണ് കണക്കാക്കുക. ആ കതിർക്കറ്റകൾ ആ ക്ഷേത്രത്തിലെ ആചാര്യനാരോ അദ്ദേഹം പൂജിക്കുന്നു. ആ പൂജിച്ച പ്രസാദമായിട്ടുള്ള കതിർക്കറ്റകൾ അല്ലെങ്കിൽ നെൽക്കതിരുകൾ ഭക്തർക്കായി വിതരണം ചെയ്യാറുണ്ട്. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ കതിർക്കറ്റുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചില വായ്ത്താരികളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഈ മഹാലക്ഷ്മി സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള കതിർക്കറ്റകളെ വീടുകളിലേക്ക് ആനയിക്കുക. പലപ്പോഴും നിറനിറ പൊലി പൊലി തുടങ്ങിയിട്ടുള്ള വായ്ത്താരികൾ ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ പ്രശസ്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇല്ലം നിറ, വല്ലം നിറ, കൊല്ലം നിറ, പത്തായം നിറ എന്നൊക്കെ രീതിയിലുള്ള വളരെ രസകരമായിട്ടുള്ള വായ്ത്താരികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചൊല്ലാറുണ്ട്. ഇല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട് സമൃദ്ധിയുള്ളതാവട്ടെ എന്നുള്ളതാണ്. വല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ കൊട്ട, എൻ്റെ ഈ ഭാണ്ഡം മുഴുവൻ ധാന്യം കൊണ്ടും സമൃദ്ധി കൊണ്ടും നിറയട്ടെ എന്നാണ്. പത്തായം നിറ എന്നുള്ളത് കൊണ്ട് നമ്മളുടെ വീടിനകത്തുള്ള പത്തായം മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സമൃദ്ധി കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയട്ടെ എന്നുള്ള സങ്കല്പമാണ്. കൊല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ടാവട്ടെ ഒരു വർഷക്കാലം മുഴുവൻ വീട്ടിൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് സങ്കല്പം. ഇങ്ങനെ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള വരികളാണ് ഈ ഈരടികളായിട്ട് ചൊല്ലുന്നത്. ഇങ്ങനെ ഈ വായ്ത്താരികളുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന കതിർക്കറ്റകൾ ഒരു നിലവിളക്കിൻ്റെ സാന്നിധ്യത്തോടു കൂടി വേണം എതിരേൽക്കാൻ എന്നാണ്. കാരണം കയറി വരുന്നത് മഹാലക്ഷ്മിയാണ്. എങ്ങനെയാണോ കർക്കിടക മാസാചരണത്തിന് തൊട്ട് മുമ്പായി പല മലയാളി ഭവനങ്ങളിലും ഈ ശിവോതി അകത്ത് ജ്യേഷ്ഠാഭഗവതി പുറത്ത് എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നത്, അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ തന്നെയാണ് ഇല്ലം നിറ ചടങ്ങ്. ഇവിടെ കയറി വരുന്ന ആ കതിർക്കറ്റകളിൽ ഓരോ ഭക്തനും ഓരോ വീട്ടുകാരും കാണുന്നത് സാക്ഷാൽ ഐശ്വര്യ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് ദേവിയെ അഷ്ടമംഗല്യം കൊണ്ടും നിലവിളക്ക് കൊണ്ടും ധൂപദീപ ചന്ദനങ്ങൾ കൊണ്ടും എതിരേറ്റ്
ആ കതിർക്കറ്റകളിലുള്ള ഓരോ നെൽക്കതിരും വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സൂക്ഷിക്കും. അടുത്ത ഇല്ലം നിറ വരെ ആ കതിർക്കറ്റകൾ അവിടെ ഉണ്ടാവണം എന്നാണ് സങ്കല്പം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കതിർക്കറ്റകളെ ചേർത്ത് കെട്ടാനായി വിശേഷപ്പെട്ട ഒരു വള്ളി ഉപയോഗിക്കാറുണ്ട്. പല ഭാഗങ്ങളിലും അതിന് വള്ളുവനാട് പ്രദേശത്തൊക്കെ ഒഴിഞ്ഞ എന്ന് വിളിക്കും, ചില ഭാഗങ്ങളിൽ കാഞ്ഞിരത്തിൻ്റെ വള്ളി എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വിശേഷമായിട്ടുള്ള വള്ളികൾ കൊണ്ട് കെട്ടി പത്തായത്തിലും അകത്തളങ്ങളിലൊക്കെ ഈ ഇല്ലം നിറയുടെ നെൽക്കതിരുകൾ സൂക്ഷിക്കുന്ന രീതി പണ്ട് മുതലേ നമുക്കുണ്ടായിരുന്നു. അതിൽ കാണുന്നത് കേവലം നെൽക്കതിരല്ല, അത് സാക്ഷാൽ ഭഗവതിയാണ് എന്നാണ് സങ്കല്പം. കാരണം കൃഷി നന്നായാൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സമൃദ്ധി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ പ്രാർത്ഥന ഈ ഒരു കർക്കിടക മാസം, ഈ പഞ്ഞക്കർക്കിടകമായിട്ടുള്ള അല്ലെങ്കിൽ കള്ളക്കർക്കിടകമായിട്ടുള്ള ഈ മാസം കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങം വരാനിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ഈ ദേശത്തും എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവണേ, ആർക്കും പട്ടിണി ഉണ്ടാവരുത്, ഞങ്ങളുടെ പത്തായങ്ങളും ഞങ്ങളുടെ വീടുകളൊക്കെ ധാന്യങ്ങൾ കൊണ്ട് നിറയണേ എന്നുള്ള പരാശക്തിയോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ ഇല്ലം നിറ എന്ന് വിളിക്കപ്പെടുന്ന ചടങ്ങ്. അതുകൊണ്ട് തന്നെ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് വിശേഷപ്പെട്ട ചില വിഭവങ്ങളും ഇല്ലം നിറ സമയത്ത് ദേവിക്ക് നേദിക്കാറുണ്ട്. കണ്ണട എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ അട എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭവം ഈ സമയത്ത് മഹാലക്ഷ്മിക്ക് നേദിക്കുന്നത് വളരെയധികം വിശേഷമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പുതിയ കതിര് കൊയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അരി, അതായത് പുത്തരി എന്ന് വിളിക്കും, ആ പുത്തരി കൊണ്ടുണ്ടാക്കുന്ന വിശേഷപ്പെട്ട പായസം ആദ്യമായിട്ടുണ്ടായിട്ടുള്ള കതിരാണ്, അത് കൊയ്തുണ്ടാക്കിയിട്ടുള്ള പായസമാണ്. അത് നേദിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. പുത്തരി പായസം എന്ന പേരിൽ ആ നേദ്യവും സമർപ്പിക്കാറുണ്ട്. ഇങ്ങനെ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയും ആത്മീയതയും കൂടെ ചേർത്ത് വെച്ച് നടത്തുന്ന ഏറെ വിശേഷപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഇല്ലം നിറ. ഈ ഇല്ലം നിറയൊക്കെ കണ്ടു വേണം നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ വളരാൻ. കാരണം കൃഷി എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ളൊരു സംസ്കാരം മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഈ ഒരു അനുഷ്ഠാനം തെളിയിക്കുന്നു. ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പല ക്ഷേത്രങ്ങളിലും ദീപാരാധനയ്ക്ക് അലങ്കാര വിളക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പല തട്ടുകളിലായി ദീപങ്ങൾ നിരത്തിയ വിളക്കാണ് അലങ്കാര വിളക്ക്. വിഗ്രഹത്തിൻ്റെ ഓരോ ഭാഗവും വ്യക്തമായി കാണും വിധത്തിൽ തല മുതൽ പാദം വരെയാണ് ഇത് ഒഴിയുക. ഇത്തരം ആരതി ദർശനം മനസ്സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ശത്രു സംഹാരമൂർത്തിയും ഭക്തരക്ഷകയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ആര്യ നാട്ടിൽ നിന്നും കടൽ കടന്നെത്തിയോ. പ്രാചീനങ്ങളും പ്രസിദ്ധങ്ങളുമായ 64 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നത്രേ ശ്രീ പനംകുറിശി ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും റോഡ് മാർഗം വരുന്നവർ പെരിന്തൽമണ്ണ റൂട്ടിലെ കരിങ്കലത്താണിയിൽ നിന്നും ഇടത്തോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഐതിഹ്യവും ചരിത്രവും അന്യോന്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ തട്ടക വ്യാപ്തിയും അസാധാരണമത്രേ. കടൽ കടന്നെത്തിയോരാരിക്കരയമ്മേ ശ്രീ പാർവതി ഹിമവൽപു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് തമിഴ്നാട്ടിലെ ചോള രാജ്യത്തു നിന്നും അവിടുത്തെ രാജാവിന്റെ കോപം ഭയന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു സംഘം വൈശ്യരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘം പാലക്കാട് ചുരം വഴി ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും പിന്നീട് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് പല ഭാഗങ്ങളിലായി കുടിയേറ്റം നടത്തുകയും ചെയ്തു. ഇവരിൽ ഒരു സംഘം ഇവിടെ എത്തിച്ചേരുകയും തങ്ങളോടൊപ്പം കൊണ്ടുവന്ന അവരുടെ ആരാധനാ വിഗ്രഹത്തെ അവർ ഇവിടെ പ്രതിഷ്ഠിച്ച് ക്രമേണ ക്ഷേത്രമാക്കുകയും ചെയ്തു. കാശിയിൽ കുടികൊള്ളും കൈവല്യദായിനി. കാശിയിൽ കുടി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവതയാണ്
പനംകുറിശി ഭഗവതി എന്ന് ചെത്തല്ലൂർ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നു. നീ ചെറുകുന്നിലായി കാശിയിൽ കുടികൊള്ളും കൈവല്യത. ഒരിക്കൽ സാമൂതിരിയുടെ 2ാം സ്ഥാനികനായ ഏറാൾപ്പാടിന്റെ കോവിലകവും ക്ഷേത്രവുമുള്ള കരിമ്പുഴയിലേക്ക് രാജാവ് പല്ലക്കിൽ കയറി ഇതുവഴി എഴുന്നള്ളുവാനിടയായി. ഈ സമയത്ത് ക്ഷേത്രം ഊരാളരിൽപ്പെട്ട ഒരാൾ ഇതുവഴി പല്ലക്കിൽ കയറി ആരും കടന്നു പോകാറില്ലെന്ന് അറിയിച്ചു. അതിന്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് വിളിച്ചാൽ വിളികേൾക്കുന്ന ദേവിയുണ്ട് ഇവിടെ എന്ന് ആ ഊരാളൻ മറുപടി നൽകി. നൽകൂ നീ വരദായിനി, അമ്മേ വരദായിനി. ഇത് കേട്ട രാജാവ് പല്ലക്കിൽ നിന്നും ഇറങ്ങി പനംകുറിശിയിൽ തങ്ങി. ഉഗ്രമൂർത്തിയായ ദേവി തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് രാജാവിനോട് ചോദിക്കുകയും ഉടൻ രാജാവ് എല്ലാ തെറ്റും ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് കേണപേക്ഷിക്കുകയും ചെയ്തു. ദേവിക്കായി താൻ എന്തും തന്നെ നൽകാമെന്നും ഇനിയൊരിക്കലും ഇപ്രകാരം പ്രവർത്തിക്കില്ലെന്നും രാജാവ് ദേവി അറിയിച്ചു. രാജാവിന്റെ വാക്കുകൾ കേട്ട ദേവി കുളിക്കാനായി ഒരു കുളവും, ചന്ദനമണിയുവാനായി ചന്ദനക്കണ്ടവും, ഉടുക്കുവാനായി ഉറുമാലിക്കണ്ടവും, വിറകിനായി കാഞ്ഞിരക്കണ്ടവും, പണ്ടങ്ങൾ കെട്ടാനായി പുലീലക്കണ്ടവും, നിവേദ്യത്തിനായി വേറെ കുറച്ച് ഭൂമിയും നീക്കിത്തരണമെന്ന് കൽപ്പിച്ചു. ദേവിയുടെ കൽപ്പന കേട്ട രാജാവ് ഇത്രയും കാര്യങ്ങൾ ദേവിക്കായി അനുവദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സംഭവത്തോടെ ദേവിയുടെ പടിഞ്ഞാറോട്ടുള്ള വാതിൽ അടഞ്ഞുവെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. നീരു കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം അർഘ്യപാദ്യം, അമ്മേ അർഘ്യപാദ്യം. കരകവിഞ്ഞൊഴുകുന്ന കണ്ണീര് കൊണ്ടു. ചോള രാജ്യത്തു നിന്നും മൂത്താൻ സമുദായക്കാരായ 7 കുടുംബക്കാരാണ് ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം. അവരുടെ പിൻതലമുറക്കാരായ അമ്പലത്ത്, മുസലിയാത്ത്, പൊത്തിരത്ത്, കരിപ്പുമാൻ, ചീരം കണ്ടത്ത്, ആയിച്ചത്ത്, ഏറാട്ടുകൂത്തൻ എന്നീ വീട്ടുകാരായ ഗുപ്തന്മാരാണ് ഇന്ന് ക്ഷേത്രമൂരാളന്മാർ. ദീർഘചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലിനകത്ത് സപ്തമാതൃക്കളോടുകൂടി ഉത്തര അഭിമുഖമായ ചാമുണ്ടിയാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കിഴക്കേ അറ്റത്തായുള്ള ചാമുണ്ഡി ദേവിയെയും തുടർന്ന് നിരനിരയായുള്ള സപ്തമാതൃക്കളെയും പൂർണ്ണമായി ദർശിക്കുക അസാധ്യമാണ്. പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ഡിയെ നേരെ മുന്നിൽ നിന്ന് വലിയ ഒരു വൈരയ്ക്കകത്തുകൂടിയേ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ തുറന്നു വയ്ക്കുന്ന നടയല്ലാത്തതിനാലാണ് ഇവിടെ പൂർണ്ണ ദർശനം അസാധ്യമായിട്ടുള്ളത്. കരയമ്മേ കാരിക്കരയമ്മേ ശ്രീ പാർവതി. നിത്യേന 3 പൂജയാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടന്നുവരുന്നത്. തീയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. അനുഗ്രഹിക്കാൻ മലനാട്ടിലേക്ക് വന്ന ചാന്താട്ടം, കളംപാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ആരംഭിക്കുന്ന കളംപാട്ട് പനംകുറിശി ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷാലുള്ള വഴിപാടാണ്. മീനമാസത്തിലെ 1-ാം ചൊവ്വാഴ്ച വരെ തുടരുന്ന കളംപാട്ടിന് കരിപ്പൊടി, അരിപ്പൊടി, പച്ചിലപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ ജൈവ നിറക്കൂട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കരയമ്മേ ശ്രീ പാർവതി, ശ്രീ പാർവതി ദേവി, ശ്രീ പാർവതി. 8 കൈകളോടെയുള്ള ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് കളംപാട്ടിന് തുടക്കം കുറിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി പൂജ നടത്തുകയും ചെയ്യുന്നു. ഈ തട്ടകത്തിനകത്തുള്ള ക്ഷേത്രങ്ങളിലോ ബ്രാഹ്മണാലയങ്ങളിലോ കളംപാട്ട് നടത്തുകയാണെങ്കിൽ അത് പനംകുറിശി അമ്മയ്ക്ക് മാത്രമേ സമർപ്പിക്കാവൂ എന്നത്രേ വ്യവസ്ഥ. അങ്ങനെയാണ് കാറൽ മണ്ണയ്ക്കടുത്ത് തൂതപ്പുഴയിൽ കാളി നടന്ന കടവ് കാളിക്കടവ് എന്ന പേര് സിദ്ധിച്ചതെന്നും കാറൽ മണ്ണയെ തന്റെ തട്ടകത്തിൽ നിലനിർത്തിയതെന്നുമാണ് ഐതിഹ്യം. പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്തു വരുന്ന ശിവശൈലേശ്വര ക്ഷേത്രം പനംകുറിശി ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസം. ഇപ്പോൾ പനംകുറിശി ക്ഷേത്രത്തിന്റെ കീഴേടമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. ശ്രീപദം കുമ്പിടുന്നേ. ശിവശൈലേശ്വര ക്ഷേത്രത്തിന് സമീപത്തായി വിശാലമായ സ്ഥലത്ത് നിരവധി സർപ്പക്കാവുകളും നിലനിന്നു വരുന്നു. ഇന്ന് വിവിധ കുടുംബക്കാരുടെ നിയന്ത്രണത്തിലാണ് ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സർപ്പക്കാവുകൾ.
8 ദേശങ്ങളുടെ അധിപതിയായ പനംകുരിശിക്കാവിലമ്മയുടെ തിരുമുൻപിൽ എല്ലാ വർഷവും തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന 2 ചൊവ്വാഴ്ചകളിൽ ചൊവ്വായ എന്ന ആഘോഷം കൊണ്ടാടപ്പെടുന്നു. ദേവീ പ്രീതിക്കായി ഭക്തർ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് പായസം സ്വയം പാകം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങത്രേ ചൊവ്വായ ആഘോഷം. മുഖ്യദേവതയായ ഭഗവതിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിൽ വടക്ക് കിഴക്ക് മൂലയിലായി നാഗങ്ങളും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് ബലിക്കൽപുരയുടെ കിഴക്കേ ഓരം ചേർന്ന് ക്ഷേത്രപാലകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ അയ്യപ്പനും ഉപദേവന്മാരായി ഇവിടെ കുടികൊള്ളുന്നു. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ നടത്തിവരുന്ന പൂരം പുറപ്പാടാണ് പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം. ശ്രീ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാദി ചടങ്ങുകളോടെ പുറപ്പാടും 3-ാം പൂരം രാത്രി കൊടിയേറ്റത്തോടെ ധ്വജാതി മുറിയിലുമായി താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നു. മീനമാസത്തിലെ മകയിരം വാരപക്ഷത്തിൽ പുറപ്പാടും 7-ാം നാൾ പൂരവും കൊണ്ടാടപ്പെടുന്നു. ദിവസേന ഒരു നേരം ക്ഷേത്രകുളത്തിൽ ആറാട്ടും 8-ാം ദിവസം പുഴയിലുമാണ് ആറാട്ടം. തോണിക്കൊരു തുഴയാകേണമേ. പനംകുരിശി അമ്മയുടെ പുഴയ്ക്കാറാട്ട് പൂരത്തിന്റെ സമാപന ദിവസമായ 8-ാം ദിവസം രാത്രിയിലും പനംകുരിശി ഭഗവതിയുടെ സഹോദരിയായ മാങ്കോട്ടമ്മയുടേത് പൂരത്തിന്റെ സമാപനത്തിന് തലേന്ന് രാത്രിയുമാണ്. രണ്ടും തൂതപ്പുഴയിൽ മേലെയും താഴെയും കടവുകളിലാണ് നടക്കുക. ആ ദിവസം പനംകുരിശി ഭഗവതിയും സഹോദരിയായ മാങ്ങോട് ഭഗവതിയും അന്യോന്യം വിളക്ക് കണ്ട് പിരിയുന്നു എന്നാണ് സങ്കല്പം. പുഴയ്ക്കൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ദേവി 21 പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് കയറി 25 കലശമടി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടെ പൂരത്തിന് സമാപ്തിയാകുന്നു. ആദ്യകാലത്ത് തുടങ്ങിവെച്ച വേലകളാണ് ഓരോന്നും ഇന്ന് ഓരോ പൂരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കിഴക്കൻ പൂരത്തിന് ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്പുലിക്കൽ ക്ഷേത്രം, കുറ്റാനശ്ശേരി, ശ്രീകൃഷ്ണപുരം, മണ്ണാറത്തറ, മാമ്പ്ര, ആറാട്ടുകടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ അണിനിരക്കുമ്പോൾ തെക്ക് രാമൻ തൃക്കോവിൽ ക്ഷേത്രം, പാലക്കട അയ്യപ്പൻ പാറ, എടമന ഭാഗം എന്നിവിടങ്ങളിലെയും ആലിക്കൽ തുടങ്ങിയവയും ചേർന്ന തെക്കൻ പൂരവും വടക്കൻ പൂരവും പടിഞ്ഞാറൻ പൂരവും എല്ലാം കൂടി ക്ഷേത്ര സന്നിധിയിലെത്തി ദർശനത്തിനു ശേഷം പൂരപ്പറമ്പിൽ സംഗമിക്കുന്നു. ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി പൂരങ്ങളുടെ സംഗമം വീക്ഷിച്ച് ദേവി നീങ്ങുന്നതോടെ ദേശപൂരങ്ങൾ പിരിഞ്ഞു പോകുന്നു. ശക്തിസ്വരൂപിണി പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ച് പല അനുഷ്ഠാന കലകളും നടത്തിവരുന്നു. പൂരം പുറപ്പാട് മുതൽ 7 ദിവസം നടത്തിവരുന്ന തോൽപ്പാവ കൂത്താണ് അതിൽ പ്രധാനം. 3 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇവിടെ പാവക്കൂത്തിന് ആധാരമായ രാമായണം കഥ കാലം കൂടുന്നത്. ചൈതന്യദായിനി നിൻ പദം തേടി വന്നേ. രാമരാവണ യുദ്ധം നേരിട്ട് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവിക്ക് അച്ഛൻ ശ്രീ പരമേശ്വരൻ ആ കഥ തോൽപ്പാവക്കൂത്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തോൽപ്പാവക്കൂത്ത് വഴിപാടായി നടത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. പൂരം പുറപ്പെട്ട് ദേവി ആറാട്ട് കഴിഞ്ഞു വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിയ ശേഷം ശ്രീലകത്ത് നിന്നും മേൽശാന്തി തെളിയിച്ചു നൽകുന്ന കുത്തുവിളക്കും പ്രസാദവും കച്ചയോടൊപ്പം ക്ഷേത്രമൂരാളർ ദേശത്തു പണിക്കർക്ക് തിരുമുൻപിൽ കൊടിമരപ്പുറത്തു വച്ച് ഭഗവതിയെ സാക്ഷിയാക്കി നൽകുന്നു. പണിക്കരിത് ഏറ്റുവാങ്ങി കൂത്തുമാടത്തിലെ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി തായമ്പക കൊട്ടി വാദ്യസമേതം കൂത്തുമാടത്തിലെത്തി തമിഴ് ഭാഷയിൽ കഥാകഥനം ആരംഭിക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള മാളികത്തറയിൽ കൂത്തു കാണുന്നതിന് ഭഗവതി ഉപവിഷ്ടയാകും എന്നാണ് വിശ്വാസം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊരു ചൊല്ലുണ്ട്. മാളികമേൽ സുരക്ഷിത സ്ഥാനത്ത് താമസിച്ചിട്ടും പരീക്ഷത്തിന് തക്ഷക ദംശനമേറ്റു.
ദേവകിയുടെ മക്കളെ മുഴുവൻ വധിച്ചിട്ടും 8ാമത്തെ പുത്രൻ രക്ഷപ്പെടുകയും കംസനെ വധിക്കുകയും ചെയ്തു. ഈ കഥകൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: വിധിയോട് മല്ലിടാൻ നമ്മുടെ കഴിവുകളോ നമ്മുടെ തന്ത്രങ്ങളോ പോരാ. ഈശ്വര വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം തള്ളി നീക്കുക എന്നത് മാത്രമാണ് കരണീയം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.